നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇതേണക്കത്തുള്ള പരസ്യങ്ങൾ വരാറുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പൈസ കിട്ടും, അല്ലെങ്കിൽ ഈ ആപ്പിൽ കയറി ഇതേണക്ക് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് ചെയ്തപ്പോഴത്തേക്കുണ്ടെങ്കിൽ എൻ്റെ എല്ലാ ഫിനാൻഷ്യൽ പ്രശ്നം പോയെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആഡുകൾ നമ്മൾ കാണാറുള്ളതാണ്. അങ്ങനെ തന്നെയാണ് ശ്രീകുട്ടി ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ആഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ആസ്ട്രോ ടോക്കിൻ്റെത്. ഇത് കണക്ക് അതിനകത്ത് നിന്ന് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴാണ് എനിക്കുണ്ടായി നല്ല ഫിനാൻഷ്യൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വെളിയിൽ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിൽ ഇതേ കണക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അവരെ കണ്ട് വിശ്വസിച്ചില്ലേ ബാക്കിയുള്ളവരും ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ ചെയ്ത് വീഴുകയോ അല്ലെങ്കിൽ പണി കിട്ടുന്നതെന്നുള്ള രീതിയിലായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് മറുപടി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ശ്രീകുട്ടി ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൾക്കാർക്ക് ഇത് മനസ്സിലാവാത്തതാണ്, ഇത് എൻ്റെ ഒരു ജോലിയാണ്, ഇതുണ്ടെങ്കിൽ ഞാൻ അതൊരു പ്രൊമോട്ട് ചെയ്യുകയാണ്, ഇതുണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഞാനുണ്ടെങ്കിൽ ആരെയും ഫോഴ്സ് ചെയ്യുന്നതോ ഒന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മതി എന്നുള്ള രീതിയിലായിരുന്നു ശ്രീകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആഡ് വരുമ്പോൾ നമുക്കറിയാം ആഡാണ്, അല്ലെങ്കിൽ ഇത് അവർ മനഃപൂർവ്വം ഇതിനു വേണ്ടി അവരുടെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതിനകത്തുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഞാൻ ഇത് ഇത്രയും പൈസ കിട്ടിയത് ഇവർ ഇതിൽ നിന്ന് കിട്ടിയോണ്ടാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനേ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് കണക്ക് അവരുടെ അനുഭവം പറയുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കിട്ടിയെന്ന് പറയുമ്പോൾ ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൽ പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ആഡ് പോലെയല്ല.